ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായിരിക്കുന്നതായ ഒരു നല്ല ദിവസത്തിൻ്റെ പ്രഭാതം നമുക്ക് വീണ്ടും കാണുവാൻ നമ്മുടെ ദൈവം നമ്മെ സഹായിച്ചു. ഈ മിഷൻ 7 എന്നതായ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും വേഗം വരുന്ന കർത്താവായ യേശുനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വചനത്തിലൂടെ ക്രിസ്തുവുമായി കൂട്ടായ്മ ഉണ്ടാക്കുക. ഇവിടെ തരുന്ന വേദവാക്യം എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നാം ഓടുക. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ ക്രിസ്തുവുമായി നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകണം. ക്രിസ്തുവുമായി എനിക്ക് നിങ്ങൾക്കും ഒരു കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്തതായ വചനം നാം നിരന്തരം വായിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ക്രിസ്തുവുമായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ സാധ്യമായിട്ട് മാറുകയുള്ളൂ. നമുക്കൊരു നല്ല സുഹൃത്തിനെ വേണമെങ്കിൽ, നമുക്കൊരു നല്ല കൂട്ടുകാരനെ വേണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അനേക ദിവസങ്ങൾ നാം കാത്ത് ഇരിക്കേണ്ടി വരും. എന്നാൽ ഇവിടെ നമുക്ക് നല്ലൊരു കൂട്ടുകാരനെ കിട്ടും, നമുക്ക് നല്ലൊരു സ്നേഹിതനെ കിട്ടും, നല്ലൊരു പിതാവിനെ കിട്ടും. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവുമായിട്ട് നമുക്കൊരു കൂട്ടായ്മ വേണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം കർത്താവിൻ്റെ വചനം നാം ചിന്തിക്കണം, വായിക്കണം, പഠിക്കണം, വളരണം. ഓരോ ദിവസവും നാം വചനം വായിക്കണം. നമുക്ക് കർത്താവിൻ്റെ വചനം എപ്പോഴൊക്കെ വായിക്കുവാൻ സമയം കിട്ടുമോ അപ്പോഴൊക്കെയും നാം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നാം വായിക്കണം. ഇവിടെ ഒരു പുരുഷനോ സ്ത്രീക്കോ യുവജനത്തിനോ ദൈവത്തിൻ്റെ വചനത്തെ അവഗണിച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ പൂർണ്ണത പ്രാപിക്കാൻ തക്കോണം കഴിയുകയില്ല. അവിടുത്തെ വചനത്തെ ശ്രദ്ധയോടും കൃത്യമായും പഠിച്ചുകൊണ്ട് നാം ക്രിസ്തുവിൻ്റെ ആജ്ഞകളെ അനുസരിക്കണം. അവിടുന്ന് ഇപ്രകാരം നമ്മോട് പറഞ്ഞു: നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. അർത്ഥം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം പറയുകയാണ്, നമുക്ക് നിത്യജീവൻ ആവശ്യമാണെങ്കിൽ ഈ ലോകത്തിലെ നമ്മുടെ താൽക്കാലിക ജീവിതം നശിക്കും. ഈ നശ്വരമായ ജീവിതം നശിക്കുമ്പോൾ നമുക്ക് നിത്യമായ ഒരു ജീവിതമുണ്ട്. അത് സ്വർഗത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരുക്കുന്നുണ്ട്. ആ നിത്യജീവൻ നാം പ്രാപിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം നാം വ്യക്തമായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. കാരണം ആ വചനം പഠിക്കുമ്പോൾ ആ വചനം ഇങ്ങനെ പഠിക്കുന്നു: നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് എന്തുണ്ട്? നിത്യജീവൻ ഉണ്ട്. അപ്പോൾ തിരുവെഴുത്തുകളെ നമ്മൾ ശോധന ചെയ്യണം. ഓരോ ദിവസവും നമ്മൾ ശോധന ചെയ്യണം. ആ തിരുവെഴുത്തുകളെ നാം ശ്രദ്ധാപൂർവ്വം വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പഠിക്കാൻ നോക്കണം സാധ്യത മാറും. പ്രിയമുള്ള സ്നേഹിതരെ, സഹോദരങ്ങളെ, ശ്രോതാക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഞാൻ മുഴുവനായി ഞാൻ വായിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാൻ ആദ്യം ആ വചനം വായിച്ചപ്പോൾ എനിക്ക് വ്യക്തമായ ഒരു കാര്യവും പഠിക്കാൻ നോക്കണം സാധിച്ചില്ല. എന്നാൽ ചില കാര്യങ്ങളെ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ഒന്ന് കയറി ഇറങ്ങിപ്പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും കർത്താവിൻ്റെ വചനം രണ്ടാമത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത് വീണ്ടും ഞാൻ ആ വചനം വായിച്ചപ്പോഴത്തേക്ക് എനിക്കതിൽ നിന്നും ഒരുപാട് കാര്യങ്ങളെ പഠിക്കാൻ നോക്കണം സാധിച്ചു. ഇന്ന് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതായ ചില സാധനങ്ങളുടെ പേരുകളൊക്കെയും എന്താണ് കർത്താവിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് പഠിക്കാൻ നോക്കണം സാധിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അത് മനസ്സിലാക്കാൻ നോക്കണം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വചനം നാം നിരന്തരം പഠിക്കണം, വായിക്കണം. നാം ഓരോ ദിവസം കർത്താവിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് അനേക കാര്യങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ വചനത്തിൽ പഠിക്കാൻ നോക്കണം സാധ്യത മാറും. ഞാൻ ഒരു വചനം അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ഇതിൽ കൂടി കൂട്ടിച്ചേർക്കാൻ നോക്കണം ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തന്നെ അല്ലെങ്കിൽ യാഗമാകാൻ നോക്കണം പോകുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തു അന്ന് ഒരു കാര്യം പറഞ്ഞു. യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അന്ന് യേശുക്രിസ്തുവിൻ്റെ കൂടെ പോയതായ അനേകം അമ്മമാർ അവർ യേശുവിനെ അടിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവർ വാവിട്ട് കരഞ്ഞു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരോട് അന്നൊരു കാര്യം പറഞ്ഞു. യേശു ഇങ്ങനെ പറഞ്ഞു: നിങ്ങളെ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ എന്ത് ചെയ്യാൻ പറഞ്ഞു? നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയാൻ തക്കവണ്ണം പറഞ്ഞു. എൻ്റെ പ്രിയമുള്ള ശ്രോതാക്കളെ, കർത്താവായ യേശുക്രിസ്തു അന്ന് പറഞ്ഞതായ ആ ഒരു കാര്യം ഇന്ന് അനേകം മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്?
തങ്ങളുടെ മക്കളെ ഓർത്ത് വിലപിക്കുന്നു, സങ്കടപ്പെടുന്നു, കരയപ്പെടുന്നു. അപ്പം അന്ന് യേശുക്രിസ്തു പറഞ്ഞതായ ആ അർത്ഥം ഇന്ന് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ തൊക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ തൊക്കണം സാധിക്കുന്നു. ഇവിടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വർത്തുന്നതുമായ യേശുവിനെ നോക്കുക. യേശുവിൽ നിന്ന് മാറി അകലെ നോക്കുകയല്ല വേണ്ടത്. ഇന്ന് അനേകം യൗവനക്കാർ, അനേകം മാതാപിതാക്കൾ ഈ യേശുവിൻ്റെ പക്കൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തൊക്കണം സാധിക്കും. കാരണം ഇവിടെ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുമ്പോൾ നമ്മൾ കർത്താവ് യേശുവിനെ നമ്മൾ നോക്കണം. കാരണം ആ യേശുവിൻ്റെ ക്രൂശ് മുഖാന്തരം നമുക്ക് അനേക കാര്യങ്ങളെ പഠിക്കുവാൻ തൊക്കണുണ്ട്. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് നേരെ ആക്കുവാൻ തൊക്കണുണ്ട്. നമ്മുടെ കുടുംബ ജീവിതങ്ങളെ നേരെ ആക്കുവാൻ തൊക്കണുണ്ട്. നമുക്ക് നല്ലൊരു സ്നേഹിതനായി, നല്ലൊരു കൂട്ടുകാരനായി ഈ കർത്താവിനെ നമുക്ക് കൂടെ കൊണ്ടുവരേണ്ട ആവശ്യം നമുക്കുണ്ട്. ഇവിടെ ക്രിസ്തുവിൽ വസിക്കുകയും ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക, അഭിരുചികളെ ശുദ്ധീകരിക്കുക, സ്വഭാവത്തെ ഉന്നതതരം ആക്കുവാനും അന്വേഷിക്കുക, ആത്മാർത്ഥവും പ്രയത്നത്തിലൂടെയും വിശ്വാസത്തിലൂടെയും സ്നേഹത്തിലൂടെയും തികഞ്ഞ മാതൃക നമുക്ക് കാട്ടുവാൻ സാധിക്കും. എപ്രകാരം കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്നേഹിതനാകുന്നതൊക്കെ കഴിയും, നമുക്ക് നല്ലൊരു മാതൃകയുള്ള കുടുംബമാകുന്നതൊക്കെ കഴിയും. കാരണം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എപ്രകാരമാണ് മറ്റുള്ളവരെ സ്നേഹിച്ചത്, എപ്രകാരമാണ് മറ്റുള്ള വ്യക്തികളോട് ഇടപെട്ടെന്നൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നതൊക്കെ സാധിക്കും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം നാം വളരെ ജാഗ്രതയോടെ നാം ചിന്തിക്കണം, പഠിക്കണം എന്ന് പറഞ്ഞ കാര്യം. ഇവിടെ കർത്താവ് വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംസാരിക്കപ്പെട്ടത് അതിനെ ജീവിപ്പിക്കുന്ന അല്ലെങ്കിൽ ധൈര്യപ്പെടുത്തുന്ന ഒരു സവിശേഷത ശക്തിയുണ്ട്. അതുമായി നാം പരിചയപ്പെടുക എന്നതിനെ നാം ദൈവത്തിന് അവരുടെ മേലുള്ള അവകാശവാദങ്ങളെ പല കാര്യങ്ങളിലും നിരസിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം കർത്താവിൻ്റെ വചനം ഇന്ന് പഠിക്കുന്നതായ അനേക വ്യക്തികളുണ്ട്. കർത്താവിൻ്റെ വചനം പഠിക്കാൻ നോക്കണം, അവർ ഒരുങ്ങുമ്പോൾ അവരുടെ പിന്നിൽ ഒരു വ്യക്തി എന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ വ്യക്തി ആ വചനം പഠിക്കാതിരിക്കാൻ നോക്കണം, മാക്സിമം എന്തെയും അവരെ ശ്രമപ്പെടുത്തും. അതുകൊണ്ട് ആ വചനം നാം വ്യക്തമായിട്ട് പഠിക്കാൻ നോക്കണം. കർത്താവിൻ്റെ പരിശുദ്ധ നമ്മൾ വരുവാൻ നോക്കണം, നാം വ്യക്തമായിട്ട് പഠിക്കുക. അതുകൊണ്ട് പ്രിയമുള്ള ശ്രോതാക്കളെ, നാം കർത്താവിൻ്റെ വചനം പഠിച്ച് നാം ക്രിസ്തുവുമായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം. അത് ഈ കാലഘട്ടം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുക. നാം ഒരുങ്ങുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങൾ ഏറ്റവും അതിവാത്സല്യമായി സ്തുതിക്കുന്ന നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം കർത്താവേ. കർത്താവ് വചനം അങ്ങേക്കുള്ളത്, കേട്ടതായ അടിയങ്ങൾ ഓരോ മക്കളും അങ്ങേക്കുള്ളത്. ഞങ്ങൾ വചനം പഠിച്ച് ഞങ്ങൾ കർത്താവെ അങ്ങുമായി ഒരു നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണ്. കേട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കുമാറാകണം. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തെ യാചിക്കുന്നു, കേൾക്കണം. നല്ല പിതാവായ ദൈവമേ, ആമേൻ.